ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്രയിൽ ഒരു വേറിട്ട യാത്രയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് ഒരു രാജ്യത്തിനകത്തോ അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ ഉള്ള യാത്രയല്ല, മറിച്ച് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ചെന്ന് അവിടെ ഒരു കോളനി സ്ഥാപിച്ച് അവിടെ ജീവിതം സാധ്യമാകുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം. മനുഷ്യന് ചൊവ്വയിലേക്ക് പോകാൻ കഴിയുമോ എന്നല്ല, പോകാൻ കഴിയും. പക്ഷെ പോകാൻ കഴിഞ്ഞാൽ അവിടെ ചെന്ന് കോളനി സ്ഥാപിച്ച് മനുഷ്യൻ അവിടെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ ആൻസർ അതിന് ഇല്ല എന്നുള്ളതാണ്. അത് അസാധ്യമാണ്. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് ചൊവ്വയിൽ എത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഗോളാന്തര യാത്രകൾ നടത്തി മറ്റ് ഏതെങ്കിലും ഗ്രഹത്തിലേക്ക് ചെന്ന് അവിടെ മനുഷ്യ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ആകാശത്ത് നമുക്ക് എല്ലാ പ്ലാനറ്റുകളും കാണാൻ കഴിയും. ചിലത് വളരെ ക്ലിയർ ആയിട്ട് കാണാം, മറ്റു ചിലത് നമുക്ക് ടെലസ്കോപ്പുകളോ അല്ലെങ്കിൽ ബൈനോക്കുലേഴ്സോ ഒക്കെ വെച്ച് കാണാൻ കഴിയും. ചൊവ്വ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ്. ചൊവ്വ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാർസ് എന്ന് പറയും. ഇവിടെയെന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന് ചൊവ്വയിൽ ജീവിക്കുവാൻ റിലേറ്റീവ്ലി ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. അതായത് നമുക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം അവിടെ ഉണ്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. നാസയെ പോലെയുള്ള സ്പേസ് ഏജൻസികളും സ്പേസ് എക്സ് പോലെയുള്ള പ്രൈവറ്റ് സ്പേസ് കമ്പനികളും അടുത്ത ജനറേഷനെ ചൊവ്വയിൽ പാർപ്പിക്കാനുള്ള രൂപരേഖകളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ കാണുമ്പോൾ സയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക്, അല്ലെങ്കിൽ സ്പേസ് സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഈ പറയുന്ന ഞാനും അതിലുൾപ്പെടും, അങ്ങനെയുള്ളവർക്ക് രോമാഞ്ചം ഉണ്ടാകുകയും ചെയ്യും. എനിക്കും വലിയ ഇഷ്ടമാണ്. കിട്ടിയാൽ ഒരവസരമുണ്ടെങ്കിൽ ചൊവ്വ കാണണമെന്നും അവിടെയൊക്കെ നമുക്ക് ചെന്ന് തിരിച്ചു വരണമെന്നും ഒക്കെ ആഗ്രഹം തോന്നും. പക്ഷേ അതൊരു വലിയ പക്ഷെ തന്നെയാണ്. ചൊവ്വയിൽ എത്തിച്ചേരുക, അവിടെ താമസമാക്കുക എന്നതൊക്കെ അത്ര ഈസി ആയിട്ട് നടക്കുന്നതാണോ, അതോ ഇതൊന്നും നടക്കാത്ത സ്വപ്നമായിട്ട് അവശേഷിക്കുമോ എന്നതാണ് ചോദ്യം. ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിഷയമാണ്, അതിനുള്ള ചലഞ്ചസ്, തടസ്സങ്ങൾ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊരു ഗ്രഹത്തിൽ മനുഷ്യൻ എത്തിച്ചേരുക എന്ന് പറയുന്നത് അതിന്റെ പോസിബിലിറ്റി തന്നെ 0 ആണ്. നടക്കില്ല. അതിനുള്ള വളരെയധികം പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അപ്പോ അത് അത്ര ഷുവർ ആണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും മനുഷ്യൻ തമാശയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുകയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ ചെയ്യുകയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രങ്ങൾ, അതായത് ഇത്രയും വലിയ സാമ്പത്തിക ചെലവുകളുള്ള ഒരു പ്രോജക്റ്റ് അത് ചെയ്യുക ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങൾക്ക്. എന്തുകൊണ്ടാണ് 1962 അമേരിക്ക ചന്ദ്രനിൽ പോയത്? അത് അമേരിക്കയ്ക്ക് ചെയ്യേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിന്റെ അടുത്തായിട്ടും ചന്ദ്രനിലേക്ക് പോവുക അങ്ങനെ ആയിട്ടാണോ? അല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് മനുഷ്യനെ സ്പേസിൽ എത്തിച്ചു. അത് യൂറി ഗഗാറിനാണ്. പിന്നീട് ആദ്യത്തെ വനിതയെയും സ്പേസിൽ എത്തിച്ചത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. അങ്ങനെ സ്പേസ് റേസിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് തോന്നി നമ്മൾ പുറകിലോട്ട് മാറുകയാണെന്ന്, അല്ലെങ്കിൽ പിന്തള്ളപ്പെടുകയാണെന്ന്. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമായത് മാറിയപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി ഒരു പ്രഖ്യാപനം നടത്തിയത്: അമേരിക്ക ചന്ദ്രനിലേക്ക് പോകുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് വളരെയധികം പ്രൊജക്ടുകൾ ഉണ്ടായി. പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് പല തവണയായിട്ട് അമേരിക്ക ചന്ദ്രനിലേക്കുള്ള യാത്രകൾ നടത്തി. അന്ന് 6 മിഷൻസ് നടത്തി. അതില് 12 അമേരിക്കൻസിനെ അമേരിക്ക ചന്ദ്രൻ എന്ന നമ്മുടെ നാച്ചുറൽ ഉപഗ്രഹത്തിൽ ഇറക്കുകയുണ്ടായി. ആക്ച്വലി മനുഷ്യനെ അവിടെ കൊണ്ട് ഇറക്കുന്നതിന് മുമ്പ് വളരെയധികം മിഷൻസ് നടത്തിയിരുന്നു. കാരണം ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് മനുഷ്യനെ അങ്ങോട്ട് വിക്ഷേപിച്ച് കൊണ്ടുചെന്ന് അവിടെ ഇറക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഇംപ്രൂവ്മെന്റുകളിലൂടെയും ഒക്കെ ആ റോക്കറ്റിനെ ഇവിടെ നിന്ന് ചന്ദ്രനിലെത്തി അവിടെ നിന്ന് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഉറപ്പുണ്ടാക്കി. അങ്ങനെയാണ് അത് അവസാനമായ ശ്രമത്തില് അപ്പോളോ 13 മനുഷ്യനെ ചന്ദ്രനിൽ കൊണ്ടിറക്കുന്നതും പിന്നീട് പല പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനകം 12 പേര്, അത് എല്ലാവരും അമേരിക്കൻസ് ആണ്, അവർ ചന്ദ്രനിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് ആരാണ്? ചൈനയാണ്. അപ്പൊ ചൈന ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആർടെമിസ് മിഷനുമായിട്ട് അമേരിക്ക വീണ്ടും രംഗത്തെത്തി. അങ്ങനെ ഇത്തവണ അമേരിക്ക ചന്ദ്രനിൽ കോളനി സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 2030 ചൈന മനുഷ്യനെ ചന്ദ്രനിലിറക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 2029
അതിനു മുമ്പായിട്ട് തന്നെ മനുഷ്യനെ ചന്ദ്രനിലിറക്കി അതിന്റെ സൗത്ത് പോളിൽ കോളനി സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നത് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ. അപ്പോ ഈ ഒരു പ്രൊജക്ടിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് കാണുന്നത് അമേരിക്ക മാർസിലേക്ക് മനുഷ്യനെ അയക്കുക എന്നുള്ളതാണ്. അതിന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും അങ്ങനെ പല കമ്പനികളുടെയും സ്വപ്നങ്ങൾ കൂടെയുണ്ട്. ഇതൊക്കെ നടക്കുമോ എന്നാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇപ്പോൾ മനുഷ്യർ പിരമിഡുകൾ ഉണ്ടാക്കാറില്ല, കൊട്ടാരങ്ങൾ ഉണ്ടാക്കാറില്ല, കൊത്തളങ്ങൾ ഉണ്ടാക്കാറില്ല, വലിയ വലിയ ബസിലിക്കകൾ, പള്ളികൾ, അങ്ങനെ അതൊന്നും രാജ്യത്തിന്റെ ഓരോ കോണിലും ആരും ഉണ്ടാക്കാറില്ല. കാരണം രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അവരുടെയൊക്കെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദൈവങ്ങളുടെയും കാലം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ റിസോഴ്സ് ഇപ്പോ ഒരു സെക്യുലർ രാജ്യവും ഇത്തരം വലിയ പേര് കേൾപ്പിക്കുന്ന നിർമ്മാണങ്ങൾക്ക് മുടക്കുകയില്ല. അത് ഒരു കാരണം അത് ജനങ്ങളുടെ പണമാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളോട് മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അമേരിക്ക ചന്ദ്രനിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഭൂമി കഴിഞ്ഞാൽ ചൊവ്വയാണ് നമുക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രഹം. അമേരിക്കയുടെ മുൻ ചന്ദ്ര യാത്രകളുടെ കാലത്ത് നാസ 6 തവണ മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 12 പേരെയാണ്, 12 ആസ്ട്രോനോട്ടുകളാണ് ചന്ദ്രനെത്തിയത്. മാത്രമല്ല നമുക്കൊരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കൂടി ഉണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ചൈനയ്ക്കും സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷനുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഷെയർഡ് ആണ്. അമേരിക്കൻസും റഷ്യൻസും യൂറോപ്യൻസും ഒക്കെ ഒരുമിച്ച് അവർ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഈ സ്പേസ് സ്റ്റേഷനുകളിലേക്ക് സ്ഥിരമായി ആളുകളെ അയക്കാറുണ്ട്. അവര് 6 മാസത്തോളമാണ് സാധാരണ അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വളരെയധികം സ്പേസ് യാത്രകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ചന്ദ്രനിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ISSലേക്ക് മനുഷ്യനെ അയക്കാമെങ്കിൽ നമുക്ക് ചൊവ്വയിലേക്ക് വളരെ ഈസി ആയിട്ട് മനുഷ്യനെ അയച്ച് അവിടെ പാർപ്പിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് എന്ന ഒരു പ്രധാന ഘടകമാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട് ഭൂമിയിൽ നിന്ന്, അതുപോലെ ചന്ദ്രനിലേക്ക് എത്ര ദൂരമുണ്ട്, അതുപോലെ ഇവിടെ നിന്ന് ചൊവ്വയിലേക്ക് എത്ര ദൂരമുണ്ട്, അതൊരു വലിയ ഘടകമാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 240 മൈൽ അല്ലെങ്കിൽ 400 കിലോമീറ്റർ ഉയരത്തിലാണ്. ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് LEO, ലോ എർത്ത് ഓർബിറ്റ് എന്നാണ്. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും നമ്മൾ അയക്കുന്ന മറ്റ് സാറ്റലൈറ്റുകളും ഇതൊക്കെ ഭൂമിയെ തന്നെയാണ് ചുറ്റുന്നത്. ഇനി ചന്ദ്രനാണെങ്കിലോ, ചന്ദ്രൻ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ അകലെയാണ്, ഏതാണ്ട് 2,36,000 മൈൽ. അതിന്റെ ക്ലോസസ്റ്റ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. അതൊരു ആവറേജ് ആണ് പറയുന്നത്. ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ 2,25,309 മൈലാണ്. അതായത് ഒരു 3,63,300 കിലോമീറ്റർ. അത്രയും അകലെയാണ് ചന്ദ്രൻ. ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ, ഏറ്റവും അകലെ നിൽക്കുമ്പോൾ അതൊരു 4,05,500 ആയിട്ട് മാറും. അത്രയും കിലോമീറ്റർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ലിയോ എന്ന സ്പേസ്, ലോ എർത്ത് ഓർബിറ്റ്, എവിടെയാണോ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കടന്ന് കറങ്ങുന്നത് അവിടെ നിന്ന് 1000 മടങ്ങ് അകലെയാണ് എന്ത്, ചന്ദ്രൻ. അപ്പം ആ വ്യത്യാസം വന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എവിടെയാണോ അങ്ങോട്ടുള്ള ദൂരത്തേക്കാൾ 1000 മടങ്ങാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ളത്. ഇനി നമുക്ക് ചൊവ്വയെ പറ്റി പറയാം. നമ്മൾ എന്തിനാണ് ചൊവ്വയിൽ പോകുന്നത്? അവിടെ പെട്രോളിയം ഉണ്ടോ? ഇല്ല. അവിടെ നമുക്ക് സ്വർണം കുഴിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല. മറ്റ് ധാതുക്കൾ കുഴിച്ചെടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അതുമില്ല. അവിടെ ഡയമണ്ട് ഖനിയുണ്ടോ? ഇല്ല. ഇനി ചൈന പറയുകയാണ് ഞങ്ങൾ ചൊവ്വയിൽ ഒരു മിലിറ്ററി ബേസ് തുറക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അടുത്ത വർഷം അമേരിക്ക ചൊവ്വയിലേക്ക് എത്താനുള്ള പ്ലാനുകളൊക്കെ ചെയ്തിരിക്കും. ഇത് ഉറപ്പാണ്. ഇലോൺ മസ്കിന് ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാനും അവിടെ മനുഷ്യരുടെ കോളനി ഉണ്ടാക്കുവാനുള്ള ഒരു സ്വപ്നമുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ അത് അമേരിക്കയുടെ പ്ലാൻ അല്ല, അത് ഇലോൺ മസ്കിന്റെ പ്ലാനാണ്. നാസ കൂടി പങ്കെടുക്കാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഈ സമയത്ത് ചൊവ്വയിൽ മനുഷ്യരെ എത്തിക്കുന്ന ഒരു പ്ലാനും തൽക്കാലം അമേരിക്കയ്ക്കില്ല. ഇനി അമേരിക്കയോ ചൈനയോ ഇലോൺ മസ്കോ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടാൽ അത് നടക്കില്ല എന്നാണ് ഈ വീഡിയോ വഴി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ചൊവ്വയിലെത്താൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ ചൊവ്വയിലെത്തി നമുക്ക് അവിടെ ഒരു കോളനി സ്ഥാപിച്ച് മനുഷ്യരെ സ്ഥിരമായിട്ട് പാർപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള അകലവും അതിനുവേണ്ടി എടുക്കുന്ന സമയവുമാണ്, യാത്രയ്ക്ക് വേണ്ടി എടുക്കുന്ന സമയവും. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ്. അതായത് ജിയോസെൻട്രിക് ഓർബിറ്റ് എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ എല്ലാ ദിവസവും കാണാൻ കഴിയും.
അമാവാസിയുടെ കാര്യം വിടുക, ഞാൻ അത് പക്ഷെ ചന്ദ്രൻ അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ചൊവ്വയിലാണെങ്കിലോ, ചൊവ്വ ഭ്രമണം ചെയ്യുന്നത് സൂര്യനെയാണ്, ഭൂമിയെയല്ല. ഇത് ഹീലിയോസെൻട്രിക് ഓർബിറ്റ് ആണെന്ന് പറയും. അതായത് ചൊവ്വ സൂര്യനെ ഭ്രമണം ചെയ്യുമ്പോൾ ഭൂമി ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഇവിടെയാണ് സൂര്യൻ എന്ന് വിചാരിക്കുക. അപ്പൊ ചൊവ്വ സൂര്യനെ ഭ്രമണം ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ വളരെ അടുത്തായിരിക്കും, തിരിച്ചിങ്ങനെ പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം കൂടിക്കൂടി വരും. അപ്പോൾ ആ വ്യത്യാസം, അതാണ് ഹീലിയോസെൻട്രിക് എന്ന് പറയുന്നത്. സൂര്യനെ വലയം ചെയ്യുന്നതാണ് ഹീലിയോസെൻട്രിക്. അങ്ങനെ ഹീലിയോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് പോകണമെങ്കിൽ അതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മറ്റു വളരെയധികം കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം ഞാനിപ്പോ പറഞ്ഞതുപോലെ അത് സൂര്യനെ ചുറ്റുന്ന ഭ്രമണപഥത്തിൽ ചൊവ്വ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 34 മില്യൺ മൈലാണ്, അതായത് 340 ലക്ഷം മൈൽ. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 34 മില്യൺ പറയുമ്പോൾ 340 ലക്ഷം. കിലോമീറ്ററിൽ പറഞ്ഞാൽ അത് 546 ലക്ഷം കിലോമീറ്റർ ആണ്. 546 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് ഇതിന്റെ അകലം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 546 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ ദൂരം നിങ്ങളൊന്ന് അത് എത്ര അകലെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആ ദൂരത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ ഏതാണ്ട് 148 ഇരട്ടിയാണ് ഈ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം. ഇനി ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ചൊവ്വ ഇങ്ങനെ സൂര്യനെ കറങ്ങുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏറ്റവും അടുത്താകും, ഇവിടെ എത്തുമ്പോൾ വീണ്ടും അകന്നകന്നു പോകും, അവസാനം അകന്ന് ഏറ്റവും അകലെയുള്ള ഒരു പോയിന്റിൽ വരും, തിരിച്ച് വന്നിട്ട് വീണ്ടും കറങ്ങുമ്പോൾ ഇവിടെ അടുത്താകും. അപ്പൊ ഇവിടെ നിന്ന് സൂര്യനെ വട്ടം കറങ്ങി തിരിച്ച് ഇവിടെ എത്തണമെങ്കിൽ, അതായത് ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം വീണ്ടും വരണമെങ്കിൽ 26 മാസങ്ങൾ എടുക്കും. 687 ദിവസങ്ങൾ കൊണ്ട് സൂര്യനെ ചുറ്റുന്ന ചൊവ്വയ്ക്ക് എന്തിനാണ് വീണ്ടും അതേ പോയിന്റിൽ തിരിച്ചു വരാൻ? 26 മാസം എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. തിരിച്ച് ചൊവ്വ ഈ പോയിന്റിൽ തന്നെ വരുമ്പോഴേക്കും ഭൂമി ആൾറെഡി മാറിക്കഴിഞ്ഞിരിക്കും. അപ്പൊ ആ വ്യത്യാസം കൊണ്ടാണ് 26 മാസത്തിൽ ഒരിക്കൽ ഭൂമിയും ചൊവ്വയും ഏറ്റവും അടുത്ത അകലത്തിൽ വരുന്നത്. നമുക്കിനി ഇതിന് വേണ്ട സമയം നോക്കാം. ചന്ദ്രനിലേക്ക് നമുക്ക് ഏതാണ്ട് 3 ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയും. എന്നാൽ ചൊവ്വയിലെത്താൻ എത്ര നാൾ വേണം? ഒരാഴ്ച, അല്ലെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ 3 മാസം? അല്ല, ഇന്നത്തെ അവസ്ഥയിൽ അറിയപ്പെടുന്ന ഏറ്റവും വേഗത കൂടിയ റോക്കറ്റ് ഉപയോഗിച്ചാൽ പോലും ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് എത്താൻ 9 മാസങ്ങൾ വേണം. അങ്ങനെ 9 മാസങ്ങൾ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് എത്താൻ വേണമെങ്കിൽ തിരിച്ച് ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താനും 9 മാസങ്ങൾ വേണം. അപ്പൊ 9 9 18 മാസം. അപ്പോ യാത്രയ്ക്ക് തന്നെ 18 മാസം. ഇനി മറ്റൊന്ന് പറയുന്നത്, ഭൂമിയും ചൊവ്വയും തമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് അത് വരുന്നത് 26 മാസത്തിൽ ഒരിക്കലാണ്. അപ്പൊ ഈ 18 മാസവും 26 മാസവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 44 മാസങ്ങളായി. 44 മാസം എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി 4 വർഷമായി. അപ്പൊ ഈ 4 വർഷം എടുത്തുള്ള ഒരു യാത്ര, അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളാണ് ഇനി വരുന്ന പോയിന്റുകൾ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരെ, ഒരു ഗ്രൂപ്പിനെ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് വെറും 4 വർഷം എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് ഉടനെ തിരിച്ചു പോന്നാൽ പോരല്ലോ. 2 വർഷം അവർക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സമയമുണ്ട്. 2 വർഷം എന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 26 മാസമുണ്ട്. ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ ആ 26 മാസം അവർക്ക് അവിടെ എന്തുകളൊക്കെ ചെയ്ത് കഴിയാം. അവിടെ നിന്ന് തിരിച്ചു വരാൻ പിന്നെ 9 മാസം. അങ്ങനെയാണല്ലോ നമ്മൾ 4 വർഷമാണ് ഈ യാത്രയ്ക്ക് മൊത്തം, അങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ടുള്ള യാത്ര, ഇടയ്ക്കുള്ള റിട്ടേൺ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് പീരീഡ്. ഇതാണ് 4 വർഷം എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാസയ്ക്ക് ചൊവ്വ വരെ എത്തുന്ന ഒരു റോക്കറ്റ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നിങ്ങളിപ്പോ ഇലോൺ മസ്കിനെ കൂട്ടുപിടിച്ചേക്കാം. സത്യത്തിൽ ഇലോൺ മസ്ക് ആരെയും ചൊവ്വയിലേക്ക് അയക്കും എന്നൊന്നും പറയുന്നില്ല. ഇലോൺ മസ്ക് അതിനുള്ള റോക്കറ്റ് നിർമ്മിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആരുടെ പണം കൊണ്ടാണ്? അമേരിക്കൻ ടാക്സ് പേഴ്സിന്റെ പണം കൊണ്ട്. ഇനി ഇലോൺ മസ്കിന്റെ കമ്പനി അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നു എന്ന് തന്നെ കരുതുക. എന്തിനാണ് അവർ ചൊവ്വയിലേക്ക് പോകുന്നത്? ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു രസത്തിന് വേണ്ടി ആരും ഒരു പ്രൊജക്റ്റും ചെയ്യാറില്ല. അപ്പൊ ഇതിനൊരു ബിസിനസ് കേസ് ഇല്ല. ഇലോൺ മസ്കിന്റെ ഒരു കമ്പനിക്ക്, സ്പേസ് എക്സ് എന്ന കമ്പനിക്ക് മനുഷ്യനെ ചൊവ്വയിലേക്ക് എത്തിക്കുക എന്നതിന്, അതിനുള്ള റോക്കറ്റ് പണിയുക എന്നതിന് ഒരു ബിസിനസ് കേസ് ഇല്ല. എന്തിനാണ് മനുഷ്യരെ ചൊവ്വയിലേക്ക് എത്തിക്കുന്നത് എന്ന് സ്പേസ് എക്സിന്റെ ഷെയർ ഹോൾഡേഴ്സ് ചോദിച്ചാൽ
മതിയാകാവുന്ന ഒരു ഉത്തരം പറയാൻ ഇലോൺ മസ്കിനില്ല. ബിസിനസ് കേസ് ഇല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇത്തരം വാനിറ്റി പ്രൊജക്ടുകളെ മുളയിലെ തന്നെ നുള്ളിക്കളയും. കാരണം സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇന്നൊരു പബ്ലിക് കമ്പനിയാണ്. അതായത് പബ്ലിക്സ്, അതായത് പൊതുജനം ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്. ഈ പറയുന്ന ഞാനും അതിന്റെ ഒരു ഉടമസ്ഥനാണ്. എനിക്കും കുറച്ച് 5-6 സ്റ്റോക്സ് ഈ സ്പേസ് എക്സിന്റെ. അപ്പോ ഇങ്ങനെയുള്ള എല്ലാവരുടെയും കൂടി ഒരു സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വാനിറ്റി പ്രൊജക്ടുകൾക്കൊക്കെ ഇലോൺ മസ്കിന് പണം സ്പെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ സ്വന്തം പണം മുടക്കി ഇലോൺ മസ്ക് മനുഷ്യരെ ചൊവ്വയിലെത്തിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴും എന്തിനു വേണ്ടി എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇനി നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഐപാഡ് അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലം സങ്കല്പിക്കുക. നിങ്ങളിരിക്കുന്ന ആ ഒരു സ്ഥലം. അപ്പോ അവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ എവിടെയാണ് ചന്ദ്രൻ? ചന്ദ്രൻ അതായത് മൂൺ ഏതാണ്ട് 30 അടി അകലത്തിലാണ് അവിടെ നിന്ന് വിചാരിക്കുക. അത് 30 അടി എന്ന് പറഞ്ഞാൽ ഒരു 3 റൂമിന്റെ അപ്പുറത്ത്. അങ്ങനെയാണെങ്കിൽ ചൊവ്വ ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്താണ്, 1 മൈൽ അകലെയാണ്, അതായത് 1.5 കിലോമീറ്റർ. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അപ്പൊ റോക്കറ്റ് നമ്മൾ ചന്ദ്രനിലേക്ക് അയക്കുന്നതും 3 റൂമിന്റെ അപ്പുറത്തേക്ക് അയക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് അത് 1.5 കിലോമീറ്റർ അകലേക്ക് അയക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ അളവെടുത്തേ ഉള്ളൂ. അത്രയും ഡിഫറൻസ് ആണ് ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോകുന്നതും ഇവിടെ നിന്ന് ചൊവ്വയിലേക്ക് പോകുന്നതും. ഇന്ന് ചൊവ്വയിലേക്ക് ഒരു റോക്കറ്റ് തൊടുത്താൽ 9 മാസം കഴിഞ്ഞ് ചൊവ്വ എവിടെയാണോ അവിടെയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് എത്തിച്ചേരേണ്ടത്. ഈ 9 മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചൊവ്വയുടെ ലൊക്കേഷനൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ധൂമകേതുക്കളിൽ പരീക്ഷിച്ച് മനുഷ്യനിർമ്മിത യന്ത്രങ്ങളെ നമ്മൾ ധൂമകേതുക്കളിൽ ഇറക്കി അതിന്റെ പൊടിപടലങ്ങൾ എടുത്തൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ 9 മാസത്തെ യാത്രയിൽ ഈ റോക്കറ്റിന് ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കണം. അത് എവിടെ വെച്ച് ചെയ്യും? ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചൊവ്വയിലേക്ക് പോകാനുള്ള ഇന്ധനവും തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഇന്ധനവും നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടി അതിനെയാണ് നമ്മൾ പേലോഡ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ റോക്കറ്റിൽ ആവശ്യമുള്ള എന്ത് വസ്തുക്കളൊക്കെയാണോ കൊണ്ടുപോകുന്നത്, ഭക്ഷണം, വെള്ളം, വായു, ഇന്ധനങ്ങള്, മറ്റു പരീക്ഷണ വസ്തുക്കള്, മെഷീനുകള്, ഇതിനൊക്കെ കൂടി ഒരുമിച്ചാണ് നമ്മൾ പേലോഡ് എന്ന് വിളിക്കുക. അപ്പൊ പേലോഡ് കുറയ്ക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം വേണ്ടത് ഇന്ധനം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ധനം ഏറ്റവും കുറവ് വേണ്ടത് എവിടെയാണ്? എങ്ങനെയാണ്? ഏറ്റവും കുറച്ച് ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞാലാണ്. ഏറ്റവും കുറച്ച് ദൂരം സഞ്ചരിക്കുന്നപ്പോഴാണ് ചൊവ്വയും ഭൂമിയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഈ 26 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വരാം, എവിടെയാണെങ്കിലും അങ്ങോട്ട് അയച്ചാൽ പോരെ എന്ന് പറയും. പക്ഷെ പോരാ. നമ്മുടെ പേലോഡ് കുറയ്ക്കാൻ, അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ, നമുക്ക് ഇന്ധനത്തിന്റെ ചെലവ് കുറയ്ക്കാൻ, അതായത് ചൊവ്വയിലേക്കുള്ള യാത്ര കൂടുതൽ സാധ്യമാക്കാൻ ഏറ്റവും ഫലപ്രദമായ രീതി ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ 26 മാസം ചൊവ്വയിൽ വെയിറ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയും ചൊവ്വയും ഏറ്റവും അടുത്ത് വരാനുള്ള സമയം നോക്കി ആ സമയത്ത് റോക്കറ്റിനെ അവിടെ നിന്ന് തിരിച്ചു വിക്ഷേപിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരിക. അപ്പോ ഞാൻ പറഞ്ഞ ഇന്ധനത്തിന്റെ കാര്യം ഇവിടെ പ്രധാനമാണ്. ചൊവ്വയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഇന്ധനവും കൂടി കൊണ്ടുപോകണം എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്ട് 1250 ടൺ പ്രൊപ്പല്ലന്റ് ആണ് ഇതിനു വേണ്ടി വരുന്നത്. നമുക്ക് ചൊവ്വയുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇന്ധനം ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഇതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതിനുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ കൊണ്ടുപോകണം. അതവിടെ കൊണ്ടുപോയി ഇന്ധനം ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യണം. അതിനൊക്കെ വളരെയധികം കാലതാമസം ഉണ്ടാവും. ഇങ്ങനെ എല്ലാ വസ്തുക്കളും, ഇന്ധനവും, 4 വർഷത്തേക്കുള്ള വസ്തുക്കളും റിപ്പയർ മെറ്റീരിയൽസും ഒക്കെ കൊണ്ടുപോകുന്നതിന് ഒരു വലിയ ഒരു റോക്കറ്റ് തന്നെ വേണ്ടി വരും. അങ്ങനെ ഒന്ന് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടത് 20, 40, 150 അല്ലെങ്കിൽ 200 ടൺ പേലോഡ് കൊണ്ടുപോകുന്ന റോക്കറ്റുകളാണ്. പക്ഷെ ചൊവ്വയിലേക്ക് പോകുമ്പോൾ 200ഉം 150 പോരാ, 1250 ടൺ പ്രൊപ്പല്ലന്റ് തന്നെ വേണം. അപ്പൊ മറ്റു വസ്തുക്കളെല്ലാം കൂട്ടിച്ചേരുമ്പോൾ അതിന്റെ ഭാരം വീണ്ടും വർദ്ധിക്കും. ഇനി ചൊവ്വയിൽ മനുഷ്യനെ അയക്കുന്നതിന് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ താമസം, ഭക്ഷണം, അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ടാക്കണം. അതിന് ചൊവ്വയിൽ മനുഷ്യരെ അയക്കുന്നതിന് മുമ്പ് തന്നെ പല മിഷനുകൾ നടത്തി ഇതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം ആദ്യം. അതിനുശേഷമേ മനുഷ്യരെ അങ്ങോട്ട് അയക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പല മിഷനുകൾ നടത്തി ചൊവ്വയിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ആയാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് റോബോട്ടുകൾ അയച്ച് അവിടുത്തെ കോളനി റോബോട്ടുകളെ കൊണ്ട് ഉണ്ടാക്കിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് മനുഷ്യർ പോകുന്നതിനെ പറ്റിയാണ്. അപ്പോ നമുക്ക് റോബോട്ടുകളെ അയച്ച് വളരെയധികം പണം മുടക്കി
അവിടെ അതിനുള്ള ബിൽഡിംഗ് സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ മനുഷ്യർക്ക് അവിടെ ചെന്ന് താമസിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞ പോലെ മനുഷ്യന് ചൊവ്വയിൽ എത്താൻ കഴിയില്ല എന്നല്ല. അവിടെ ഒരു SUV, വലിയൊരു കാറിന്റെ സൈസ് ഉള്ള ഒരു റോവർ ആൾറെഡി ഉണ്ട്. അവിടെ നാസയുടെ പല സ്പേസ് ക്രാഫ്റ്റുകളും ഇറങ്ങിയിട്ടുണ്ട്, വളരെയധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് മനുഷ്യർ ചെന്ന് ഇറങ്ങുന്ന കാര്യമാണ്. നമുക്ക് അവിടെ എത്താനുള്ള ടെക്നോളജി ഉണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. ചന്ദ്രനിൽ കോളനി സ്ഥാപിക്കാനും അവിടെ വേണമെങ്കിൽ ഒരു ടൂറിസ്റ്റ് ആയി പോകാനും ഒക്കെ ഒരു 10-12 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ മനുഷ്യന് കഴിഞ്ഞേക്കും. പക്ഷെ ചൊവ്വയിലേക്കുള്ളത് ഈ ദീർഘദൂര യാത്രയാണ് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പോയിന്റിൽ. ഇനി അതിന് വളരെയധികം ലിമിറ്റേഷൻസും വളരെയധികം അപകടങ്ങളും ഉണ്ട്. അതിലൊന്നാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മൾ ആദ്യം പറഞ്ഞു ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരവും അങ്ങോട്ട് യാത്ര ചെയ്യാനും തിരിച്ചു വരാനുള്ള സമയത്തിന്റെ കാലയളവും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സൂര്യന്റെ റേഡിയേഷൻ. സൂര്യന്റെ റേഡിയേഷനെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. പിന്നെ സ്പേസിലുള്ള അപകടകാരികളായ മീറ്റിയർ, പാറക്കഷ്ണങ്ങൾ, പൊടികൾ എന്നിവയെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. 5 വർഷത്തേക്കുള്ള ഇന്ധനവും ഭക്ഷണവും ഒക്കെയായി പോകുന്ന ഒരു വലിയ റോക്കറ്റ് വേണം. ഇത്രയും നാള് നമ്മൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വേണം. ഏറ്റവും പ്രധാനമായിട്ട് റോക്കറ്റിലെയോ സ്പേസ് ക്രാഫ്റ്റിലെയോ ഏതെങ്കിലും ഒരു സ്ക്രൂ പോലും ഇളകിപ്പോയാൽ അത് നന്നാക്കാനുള്ള സ്പെയർ പാർട്ടുകൾ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ഭൂമിയിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് അത് നന്നാക്കിയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അവർക്ക് ഈ സ്പെയർ പാർട്ടുമായി പോയി നന്നാക്കാൻ പോകുന്നവനും വീണ്ടും 4 വർഷം വേണ്ടി വരും. അപ്പൊ ആ കാര്യം അസാധ്യമാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് സൂര്യന്റെ റേഡിയേഷൻ. സൂര്യന്റെ റേഡിയേഷനൊപ്പം നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. സ്പേസിലെ മീറ്റിയർ, ചെറിയ പാറക്കഷ്ണങ്ങൾ, പൊടികൾ, ഇവയൊക്കെ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ യാത്രയ്ക്ക് അപകടകരമാകാം. അവിടെ ചെന്ന് താമസം തുടങ്ങിയാൽ പോലും ഇതെല്ലാം അപകടകരമാണ്. പിന്നെ നമ്മൾ 5 വർഷത്തേക്കുള്ള ഇന്ധനവും ഭക്ഷണമൊക്കെ ആയിട്ട് പോകണം, ഓക്സിജൻ വേണം, അങ്ങനെ പല പ്രശ്നങ്ങൾ. മറ്റൊരു പ്രശ്നം എക്സ്റ്റെൻഡഡ് ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റിയാണ് മൂന്നാമത്തത്. അതായത് വളരെ കാലത്തെ ഭൂഗുരുത്വാകർഷണത്തിന്റെ അഭാവം. ഈ 4 വർഷത്തോളം മനുഷ്യ ശരീരം മൈക്രോഗ്രാവിറ്റിയിൽ കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അത് ചെറുതായിരിക്കില്ല. നമുക്ക് സൈഫൈ മൂവികളിൽ നമ്മൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു ഗ്രാവിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്കില്ല. അങ്ങനെയൊക്കെ സൈഫൈ മൂവികളിലേ ഉള്ളൂ. അങ്ങനെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളും ഗ്രാവിറ്റി ഉണ്ടാക്കുന്ന മെഷീൻസ് ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഗ്രാവിറ്റിയുടെ അഭാവത്തിൽ, എത്ര നാൾ? മിനിമം 4 വർഷം. അത്രയും നീണ്ടു നിൽക്കുന്ന ഗ്രാവിറ്റിയുടെ അഭാവത്തിൽ അവർക്ക് ചൊവ്വയുടെ പ്രതലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഇനി അടുത്തതാണ് മാനസിക പ്രശ്നങ്ങൾ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന വളരെയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫാമിലി, കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, മരങ്ങള്, മൃഗങ്ങൾ, അരുവികൾ, കടല്, ബീച്ച്, പർവ്വതങ്ങൾ, ഐസ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ നമ്മൾ മാനസിക ഉല്ലാസത്തിനും മനസ്സിനെ പുഷ്ടിപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ സാധാരണ മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നതിനും കാരണമായിട്ടുണ്ട്. ഇതൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ മൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 4 വർഷം ഭൂമിയിൽ നിന്ന് ഒറ്റപ്പെട്ട് വളരെ അകലെ ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങിയുള്ള ജീവിതം, വീട്ടുകാരും സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ പല കാരണങ്ങൾ അക്കമിട്ട് പറഞ്ഞു. അതിൽ ചിലത് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് പറഞ്ഞു. അപ്പൊ പ്രധാനമായിട്ടും ഭൂമിയിൽ നിന്ന് ചൊവ്വയിൽ പോയി കോളനി സ്ഥാപിച്ച് അവിടെ ജീവിക്കണമെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകളുണ്ട്, ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഡിസ്റ്റൻസിനെ പറ്റി പറഞ്ഞു, അവിടെ പോകേണ്ട കാലയളവിനെ പറ്റി പറഞ്ഞു, സൂര്യന്റെ റേഡിയേഷനെ പറ്റി പറഞ്ഞു. നമുക്ക് സൂര്യന്റെ റേഡിയേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട്, ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഭൂമിക്ക്. അതാണ് നമ്മൾ സൂര്യന്റെ റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ അറ്റ്മോസ്ഫിയറിന്റെ മുകളിൽ വി ഹാവ് ആൻ ഓസോൺ ലെയർ, ഇതൊക്കെ കൂടിയാണ്. ഇവിടെ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു സംരക്ഷണം നമുക്കില്ല. വളരെയധികം അപകടകരമായ ക്യാൻസറിനും അങ്ങനെ മറ്റ് വളരെയധികം അസുഖങ്ങൾക്കും കാരണമായേക്കാവുന്ന ഭീകരമായ ഭീതിതമായ റേഡിയേഷൻ നമ്മൾ പാത്രമാവുകയും ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് പോകുമ്പോൾ തൊട്ട് തിരിച്ചു വരുന്നത് വരെ ശ്വസിക്കുവാനുള്ള ഓക്സിജൻ. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ തന്നെ മിഷനുകൾ നടത്തി അവിടെയുള്ള വാട്ടറിനെ അല്ലെങ്കിൽ ഐസിനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. പക്ഷെ അതെല്ലാം ഇനി നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നും പോസിബിൾ ആണെന്ന് അറിയില്ല. അവിടെ ചെന്ന് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് വെള്ളത്തിനെ വിഘടിപ്പിച്ച്, ഐസിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല.
അതുപോലെ ശൂന്യാകാശത്തുള്ള പാറകള്, പൊടികള്, മീറ്റേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ശൂന്യാകാശത്ത് ഇത്തരം പാറക്കഷ്ണങ്ങളും ചെറിയ പാറകളും ഈവൻ മൈന്യൂട്ട് പൊടികളും മൺതരികൾ പോലും അതിഭീകരമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ശൂന്യാകാശത്ത് 9 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നടത്തുന്നത്. ആ സമയത്ത് ഇതൊക്കെ വന്ന് ഏതെങ്കിലും ഒരു മൺതരി, ഏതെങ്കിലും ഒരു പാറക്കഷ്ണം വന്ന് നമ്മുടെ റോക്കറ്റിൽ അടിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞത്, ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്, നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിൽ ഒരു സ്ക്രൂ ഇളകിപ്പോയാൽ പോലും അത് നന്നാക്കാനുള്ള സ്പെയർ പാർട്ടുകൾ കൊണ്ടുപോകണം. അപ്പൊ സ്ക്രൂ മാത്രമല്ല, നമ്മൾ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ റോക്കറ്റിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ അതെല്ലാം നന്നാക്കാനുള്ള സ്പെയർ പാർട്ടുകൾ മുഴുവൻ നമ്മൾ പേലോഡിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എക്സ്റ്റൻഡഡ് ടൈമിൽ ഉണ്ടാകുന്ന ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണം ഇല്ലാത്ത ഒരവസ്ഥ. നമ്മളിവിടെ ജീവിക്കുന്നത് ആ ഭൂഗുരുത്വാകർഷണം നമുക്കുള്ളത് കൊണ്ടാണ്. നമ്മളിവിടെ നിന്ന് 8,000 അല്ലെങ്കിൽ 9,000 അടി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ഒരു നല്ല വിഭാഗം ആൾക്കാർക്ക് തലവേദന വന്നു തുടങ്ങും. കാരണം അവിടെ മർദ്ദം കുറവാണ്, വായുവിന്റെ മർദ്ദം, ഓക്സിജൻ കുറവാണ്. അപ്പൊ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കിതയ്ക്കും, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളത്തിൽ നമ്മൾ വളരെയധികം താഴേക്ക് പോയാലും ഒരു ലെവലിൽ കൂടുതൽ നമുക്ക് പോകാൻ കഴിയില്ല. കാരണം താഴേക്ക് പോകുന്നതും വെള്ളത്തിന്റെ മർദ്ദം നമ്മുടെ ബോഡിയിൽ കൂടിക്കൊണ്ടിരിക്കും. അത് അപകടമാണ്. ഈ ഇടയ്ക്ക് ഇംപ്ലോഡ് ചെയ്ത അന്തർവാഹിനികളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ എൻവയോൺമെന്റ്, നമ്മുടെ ഈ ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന വായുവിന്റെ മർദ്ദം നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ ജനിതകമായി ജീവിച്ച മനുഷ്യൻ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഡഡ് ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോഴും, നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ജനിതകമായിട്ട് ഈ വായുവിന്റെ മർദ്ദം അതുണ്ടെങ്കിൽ ആ ഇതിൽ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് കുട്ടിക്കുള്ളത്. പക്ഷേ മറ്റ് ഒരു ഗ്രഹത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ജനിതകമായിട്ട് കിട്ടിയിരിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുവാനും ഈ പ്രഷർ ശരീരത്തിൽ ഏറ്റുകൊണ്ട് ജീവിക്കാനുമുള്ള കഴിവാണ്. നമ്മൾ മറ്റൊരു ഗ്രഹത്തിലാകുമ്പോൾ ആ കഴിവ് ഉണ്ടാകണമെന്നില്ല. അതെങ്ങനെയാണെന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ എത്രമാത്രം ജനിതക മാറ്റങ്ങൾ അവിടെ മനുഷ്യനുണ്ടാകും എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ പഠിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. സോ വെരി സിമ്പിൾ സെയിങ്, അവിടെ വളരെയധികം കാലം ജീവിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്നുള്ളതാണ്. മാർസിന് മാത്രമല്ല, നമ്മൾ ഇവിടെ നിന്ന് മറ്റ് ഏത് ഗ്രഹത്തിലോട്ട് പോകണമെങ്കിലും നമുക്ക് മെർക്കുറിയുടെയോ വീനസിന്റെയോ പ്രതലത്തിൽ പോയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇറ്റ്സ് ടു ഹോട്ട് ദർ. അപ്പൊ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒന്ന് മാർസ് ആണ്. പിന്നീട് നമ്മൾ വളരെയധികം അകലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഗോളാന്തര യാത്ര നടത്തി നമ്മൾ ഏതെങ്കിലും മറ്റ് നക്ഷത്രത്തിന്റെ ഗ്രഹം കണ്ടുപിടിച്ച് അവിടെ ചെല്ലണമെങ്കിലൊക്കെ ഈ എല്ലാ അവസ്ഥകളുമുണ്ട്. സെയിം തിങ് വിൽ റിപ്പീറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ ടു ലീവ് ദിസ് എർത്ത്, അവർ ബ്യൂട്ടിഫുൾ എർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷെ എനിക്കതൊരു ഗുണമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പൊ എന്റെ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അറിയിപ്പ് കിട്ടും. അവിടെ ഒരു ആൾ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ആൾ ഓപ്ഷൻ വരും. പ്ലീസ് സെലക്ട് ദാറ്റ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോ നമുക്കിവിടെ നിർത്താം. ചൊവ്വയിൽ പോയി മനുഷ്യന് ഒരു കോളനി സ്ഥാപിച്ച് അവിടെ ജീവിക്കാൻ കഴിയും എന്നുള്ള ആഗ്രഹം സഫലീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഈ വീഡിയോ വഴി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇറ്റ്സ് സോ ഇമ്പോസിബിൾ. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. മാത്രമല്ല, നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഏത് സിറ്റി, ഏത് കൺട്രി. അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടും. അതെന്നെ ഈ നമ്മുടെ വീഡിയോയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ.